ആദ്യം വീണ വിജയനായിരുന്നു, പിന്നെ വീണ തൈക്കണ്ടിയായി, ഇതേ ഇപ്പോൾ ടി വീണ എന്നായി എന്നാണ് മാധ്യമ അമരപ്രഭുക്കളുടെ വിശേഷണം. അതിനിടയിൽ വീണ റിയാസ് എന്നെഴുതാൻ മെനക്കെട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കാര്യമെന്തായാലും എക്സാലോജിക് എന്ന സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ടാക്കുമ്പോൾ കോവിഡ് സമയത്ത് ബീവറേജ് കോർപ്പറേഷന്റെ ടോക്കൺ നൽകുന്ന സോഫ്റ്റ്വെയർ എങ്കിലും ഉണ്ടാക്കി പണി അറിയാമെന്ന് തെളിയിക്കാനുള്ള ലോജിക്ക് പോലും വീണമോൾക്കുണ്ടായില്ല. പിന്നെ ചെയ്തതോ കടല് തുറന്ന് മണ്ണ് മാന്തിയെടുത്ത് ആണവോർജ്ജമുണ്ടാക്കാൻ ധാതുക്കൾ കയറ്റി അയക്കുന്ന ഒന്നാം ക്ലാസ് തുരപ്പൻ കമ്പനിക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്ത വകയിൽ കോടികൾ അക്കൗണ്ടിൽ വന്നുപോലും. എന്താ കഥ? ഒരു നല്ല കള്ളം പറയാനുള്ള എക്സ്ട്രാ ലോജിക്ക് പോലും എക്സാലോജിക്കിന് ഇല്ല എന്നുള്ളതാണ് ചുരുക്കം. ഇവിടെ കുത്തിയിരുന്ന് വെബ്സൈറ്റും ഇമെയിലും ഹാക്ക് ചെയ്യുന്ന ഹാക്കർമാർക്ക് കിട്ടുന്നത് പൊറോട്ടയും ബീഫ് കറിയുമാണ്. മൈക്രോസോഫ്റ്റിന്റെ ഇന്ത്യ തലവന് പോലും ഒരു വർഷം വീണക്കുഞ്ഞിന്റെ അക്കൗണ്ടിൽ കരിമണൽ കറുത്തയിട്ട കാശ് ശമ്പളമായി കിട്ടുന്നില്ലെന്നിരിക്കെ ഇതൊരു ലോക്കൽ കമ്മിറ്റി ക്യാപ്സ്യൂൾ മാത്രമായി ഒതുങ്ങിപ്പോയി. വീണക്കുഞ്ഞും കണവനും കൂടി ഇ ഡി ഓഫീസിൽ നൈസായി വന്നിറങ്ങുന്ന കാണുന്ന ജയിലിൽ കിടക്കുന്ന സഖാക്കളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ട്, ഉത്തരവും. എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറായിരുന്നു നമ്മളെന്ന്. ഈ കേസ് ഇഡിക്കപ്പുറം കരിമണൽ കർത്തയെ തൂക്കിയാൽ ഇറാന്റെ ആണവ പദ്ധതിക്ക് തോറിയവും ഇൽമനൈറ്റും മോണോസൈറ്റും എത്തിയ വഴി പോലും തെളിഞ്ഞെന്ന് വരാം. അങ്ങനെ വന്നാൽ ഈ കേസിന്റെ വ്യാപ്തി മൊസാദിലും CIA-യിലും റോയിലും വരെ എത്തിയേക്കാം. കേരളത്തിലെ കരിമണൽ അത്ര ചെറിയ മീനല്ല എന്നത് മറക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് സീമകൾ ലംഘിച്ചു പോകാതിരിക്കാൻ കേരള പോലീസും CPM-ഉം കോൺഗ്രസും പിന്നെ കേരളത്തിലെ ചില BJP താപ്പാനകൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് അറിവ്. കരിമണൽ പോയ വഴി അന്വേഷിച്ചാൽ കർത്തയെ കർത്താവിന് പോലും രക്ഷപ്പെടുത്താൻ പറ്റില്ല. കർത്തയുടെ കയ്യിൽ നിന്ന് വാങ്ങി നക്കിയവർക്കും കുരിശു വരച്ച് തീഹാർ ജയിലിൽ കിടക്കാനുള്ള ഒരവസരമുണ്ടാകും. അതായത് വീണക്കുഞ്ഞ് മാസപ്പടി വാങ്ങിയത് ഒരു കൈക്കൂലി കേസാണ്, അതിനത്രയേ പ്രാധാന്യമുള്ളൂ. പക്ഷെ CMRL കൈക്കൂലി കൊടുത്ത് കരിമണൽ ഊറ്റി കയറ്റി അയച്ച വഴിയിലൂടെ ദേശീയ ഏജൻസികൾ ഓട്ടോ പിടിച്ചു പോയാൽ അത് എത്തിച്ചേരുന്നത് ആണവ സംബന്ധിയായ മറ്റു രാജ്യങ്ങളുടെ പ്ലാന്റുകളിലാവാം. അതിൽ ശത്രു രാജ്യങ്ങളും ഉണ്ടാവാം. അതിൽ നിന്ന് ധാതുക്കൾ വേർതിരിക്കണമെങ്കിൽ മിനിമം 500 കോടിയെങ്കിലും മുടക്കുന്ന ഒരു കമ്പനിക്കേ പറ്റൂ. റേഡിയോ ആക്റ്റീവ് ധാതുക്കൾ കൊട്ടയിൽ അടച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അതിനതിൻ്റെതായ സൗകര്യം വേണ്ടിവരും. അല്ലാതെ കരിമണൽ ഉപയോഗിച്ച് പരുത്തി കൃഷി നടത്താൻ പോലും പറ്റില്ല. പച്ചയായ ഒരു സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിമണൽ കർത്തയെ പൂട്ടാൻ കേരളത്തിലെ ഒരു സംവിധാനത്തിനും ഉപയോഗിച്ച് പൂക്കി മേനോനെ കൊണ്ട് സാധിക്കില്ല എന്നതാണ്. വിഷയത്തിന്റെ ഗൗരവം കർത്തയ്ക്ക് അറിയാവുന്നതുകൊണ്ട് കടത്തിയ കരിമണലിന്റെ വിലക്കപ്പെട്ട രഹസ്യങ്ങളെല്ലാം നശിപ്പിക്കാൻ കർത്തയ്ക്ക് ആവശ്യത്തിന് സമയം കിട്ടിയിട്ടുമുണ്ട്. മിനിമം ദുരന്തർ ലെവൽ ഓപ്പറേഷൻ വേണ്ടിവരും മണൽ പോയ വഴി അറിയാൻ. അതൊന്നും നടക്കുമോ എന്നും അറിയില്ല. പക്ഷെ കേരള പോലീസ് ഒരു പെറ്റി കേസിന് പോലും വിളിച്ച് മെനക്കെടുത്താത്ത വീണമോള് സ്വന്തം ചെലവിൽ ED-യുടെ മുന്നിലെത്തുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ശബരിമലയിൽ പ്രതിഷേധിച്ച വിശ്വാസികൾ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് കോട്ടുവായിടുന്നതാണ്. എന്നാലും സംഘികൾ മര്യാദക്കാരാണ്. മൂത്രം മടക്കുന്ന ലോക്കപ്പിൽ നിന്ന് ED-യുടെ AC റൂം നൽകി നവോത്ഥാന നായകന്റെയും അടിമകളുടെയും കുന്തളിപ്പിന് പകരം വെച്ചിട്ടുണ്ട്. കേസും കൂട്ടവും കോട്ടുവായും തമ്പുരാന്റെ മുത്തുമണിക്കും ലേശമാവാം. കലികാലം ശനിദോഷം എന്നൊക്കെ പറയാം. കറുത്ത കാറ് മാത്രം പോരാ, ശനി നിവാരണത്തിന് അണ്ടർവയർ പോലും കറുപ്പിടണമെന്നാണ്.